നമസ്കാരം. 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 ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് തമാശകൾ. ഞാൻ ഹോസ്റ്റ് ജെറിൻ ജേക്കബ് ജോൺ. ഞാൻ ഹോസ്റ്റ് ജോയൽ തോമസ്. അതെ, നമ്മുടെ റീസ്റ്റാർട്ടിന് ശേഷം സെക്കൻഡ് എപ്പിസോഡ് ഓഫ് സാറ്റർഡേ കോർണർ. നമ്മുടെ കഴിഞ്ഞ ആദ്യം തന്നെ കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് ഇറക്കാനൊരു ഒരു സാങ്കേതിക തടസ്സം മൂലം കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ പ്രഡിക്ഷൻസ് നടത്തി. എല്ലാം മൊത്തവും വെള്ളത്തിലായി. ഞാനും ഡാനിയലും പറഞ്ഞ പ്രഡിക്ഷൻസ് ഒരു 2-3 ഇതുവരെ എല്ലാം വിജയിച്ചു. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതെ, നമുക്കപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിന്ന് തന്നെ ആവട്ടെ തുടക്കം. ISL നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയ കോച്ച്, സ്വീഡിഷ് കോച്ച് മൈക്കിൾ സ്റ്റാർ. പുള്ളിക്കാരന് നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പുതിയ ജീവൻ നൽകിക്കൊണ്ടാണ് ഈ 2024-25 സീസണിലേക്കുള്ള പുള്ളിക്കാരൻ്റെ കടന്നുവരവ്. അടുത്ത സീസൺ നമ്മൾ കപ്പടിക്കും, കലിപ്പടക്കും. കപ്പടിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ റിയാക്ഷൻ ഇട്ടാൽ പോലും ഒരുമാതിരി എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷയാണ്, ഒരിക്കലും നമ്മൾ കൈവിടത്തില്ല. ഇത് ഹോം ഓഫ് 12th ആർമി. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഒരു സന്തോഷ വാർത്ത, ലൂണ 2027 വരെ കരാർ നീട്ടിയിരിക്കുകയാണ്. അത് കോൺട്രാക്ട് നീട്ടി. അതൊരു വലിയ നല്ലൊരു സന്തോഷം. അതെ, നമ്മളോടൊപ്പം ഉണ്ട് ലൂണ. മേ ബി ചിലപ്പോൾ ഇവിടെ കളിച്ച് വിരമിക്കുക എന്ന രീതിയിലേക്കായിരിക്കാം പോകുന്നത്. 2027 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഒരു ട്രോഫി നേടിക്കൊണ്ട്. അതെ, അതാണ് പുള്ളിയുടെ ആഗ്രഹം. അത് നമ്മൾ അടുത്ത വർഷം നേടും എന്നാണ് തന്നെ വിശ്വാസം. അതുപോലെ തന്നെ അവിടെ ISL കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഒരു വിഷമകരമായൊരു വാർത്ത. ദിമി പോയി. ടീം വിട്ടു. അതെ, അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ദിമി നല്ലൊരു ഫോമിൽ കഴിഞ്ഞ സീസണിൽ എല്ലാവരും ഫോം ഔട്ടും പരിക്കുകളായി നിന്നപ്പോൾ പോലും ദിമിയാണ് ടീമിനെ കരകയറ്റിയത്. കാരണം ഈ പറയുന്ന ലൂണ പരിക്ക് പറ്റി സീസൺ ഹാഫ് കംപ്ലീറ്റ് ബെഞ്ചിലായിരുന്നപ്പോൾ ടീമിനെ മുമ്പിൽ നിന്ന് നയിച്ചത് ദിമിയായിരുന്നു. അതുപോലെ പുള്ളിക്കാരൻ്റെ പ്രയത്നത്തിന് പുള്ളിക്കാരന് ഗോൾഡൻ ബൂട്ട് ലഭിക്കുകയും ചെയ്തു. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ ഗോൾഡൻ ബൂട്ട് അല്ലേ? ഐ തിങ്ക് സോ. അതെ, ആന്നു. അപ്പോൾ അത്രയും നേടിക്കൊടുത്ത ഒരാളെ വിടണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. എനിക്കൊന്ന് ദിമിയുടെ മേ ബി ചിലപ്പോൾ നല്ലൊരു ക്ലബിലേക്ക് ക്ഷണം കിട്ടട്ടെ എന്നും അതുപോലെ നല്ലൊരു കരിയർ ഇനിയും ഉണ്ടാവട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോഴാണ് ഒരു വിഷമം. അതാണ് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് ഇയാൻ ഹ്യൂമ, ബർത്തലോമിയോ ഒഗ്ബച്ചെ, സഹല്, ഇവരൊക്കെ നമുക്കെതിരെ കളിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. നമുക്ക് നമ്മുടെ ടീമിന് വേണ്ടി ആത്മാർത്ഥമായി കളിച്ചാൽ. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഹെഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സതീഷ് ജിങ്കൻ. അത് പക്ഷേ നമുക്ക് ആദ്യം വിഷമമെങ്കിലും പിന്നീട് പുള്ളിയുടെ വായിൽ നിന്ന് വന്ന ചില ഒരു തെറ്റായ ഒരു ഇത് കാരണം പുള്ളി പിന്നീട് അത് കുറെ ക്ഷമ ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ട്, സന്ദേശം എന്നാ കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം സതീഷ് എന്നാ പറഞ്ഞത്. ക്ഷമിക്കണം, ആരും കുത്തിപ്പൊക്കിക്കൊണ്ടൊന്നും വരല്ലേ. പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് പോയതാ. അപ്പോൾ അങ്ങനെ ഒരു വിഷമം കൂടെ ഉണ്ട് ISL എന്നുള്ള വാർത്തയിലേക്ക്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രീമിയർ ലീഗ് കഴിഞ്ഞ ആഴ്ച എടുത്ത പ്രഡിക്ഷന്റെ ഒരു ചെറിയൊരു ബ്രീഫ് പറഞ്ഞു പോവാം. പ്രീമിയർ ലീഗ് ഞാൻ പറഞ്ഞു ആർസണൽ അടിക്കണം, എനിക്ക് ആർസണൽ വിജയിക്കണമെന്നായിരുന്നു. പക്ഷെ ആർസണൽ തോറ്റു. അത് പ്രഡിക്ഷൻ ആയിരുന്നു. ഞാനും തോറ്റു എന്നല്ല, ആർസണലിന് കപ്പ് ലഭിച്ചില്ല. ഇത് രണ്ടും ഒന്നല്ലേ? അങ്ങനല്ല, ആർസണലിൽ ഫൈനലിൽ ആ കളി ജയിച്ചിട്ടും കിട്ടിയില്ല, അങ്ങനെ വേണം പറയാൻ. അങ്ങനെ ഞാനും ഡാനിയലും പറഞ്ഞത് സിറ്റിയാണ്. അത് ശരിയായി, ആ ഒരു പ്രഡിക്ഷൻ കറക്റ്റായി. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇത്തവണ ലെവർകൂസൻ ട്രബിൾ നേടുമെന്ന്. പക്ഷേ അറ്റ്ലാന്റയ്ക്കെതിരെ യൂറോപ്പ ലീഗില് ഫൈനലിൽ 3-0 തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അവർ 51 മാച്ചസ് അൺബീറ്റൺ ആണ്. അത് വിന്നെ ഡ്രോയെ മാത്രം അവർക്ക് ട്രിബിൾ നേടുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച ഒരു ഫാക്ടർ ഇതാണ്. അടുത്ത സീസൺ മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ,
പിന്നെ വരുന്നത് IPL നമ്മുടെ പ്രഡിക്ഷനിലെ അതെ അതെനിക്ക് പറയാനുണ്ട്. അതൊക്കെ പറയാ. ഇനിയിപ്പോ തോറ്റവർക്ക് എന്തും പറയാമല്ലോ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു RCB ജയിക്കും. തോറ്റിറങ്ങിപ്പോയതാ. അല്ല, മുംബൈ തോറ്റ ഞാൻ സമ്മതിച്ചു, കഴിഞ്ഞ വീഡിയോയിലെ സമ്മതിച്ചു. മുംബൈ തോറ്റ് ഈ സീസണിൽ മുംബൈ തോറ്റ്. ഓക്കെ പോട്ടെ. ഇനിയത്തെ കളിയിൽ ഇവിടെ ഇരുന്ന് വലിയ വർത്തമാനമായിരുന്നു. ചെന്നൈ ജയിക്കും, ചെന്നൈ IPL കപ്പെടുക്കും വരെ പറഞ്ഞ്. RCB ജയിച്ചു. ആ പ്രഡിക്ഷൻ ഞാനും ഡാനിയലും പിന്നെയും തൂക്കി. അത് മനോഹരമായൊരു കളി തന്നെ RCB ചെന്നൈക്ക് മുമ്പിൽ കാഴ്ചവെച്ചു. എല്ലാ ആസ്പെക്റ്റിലും അവർ മുന്നിലായിരുന്നു എന്നല്ല, എന്നിരുന്നാൽ തന്നെയും ആ ക്രൂഷ്യൽ മൂമെന്റ്സിൽ വിക്കറ്റ് എടുക്കാനുള്ള ഫീൽഡിലായിരുന്നെങ്കിലും മനോഹരമായൊരു ക്യാച്ച് കംപ്ലീറ്റ്ലി അവർ ഡോമിനേറ്റ് ചെയ്യേണ്ടടുത്തെല്ലാം ഡോമിനേറ്റ് ചെയ്താണ് അവർ ആ മാച്ച് വിജയിച്ചത്. എന്നാലും RRനെതിരെയുള്ള എലിമിനേറ്ററിൽ ഔട്ടായി. RCB തോറ്റ് ഔട്ടായി. ഇപ്പോൾ 6 കളി അടുപ്പിച്ച് ജയിച്ച് 7ാമത്തെ കളി തോറ്റു. തല ഫോർ എ റീസൺ, അത്ര എനിക്ക് പറയാനുള്ളൂ. അതെ, അങ്ങനൊക്കെ ഇനി പറഞ്ഞ് ആശ്വസിക്കാം. അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം, അല്ലാതെ ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല. പിന്നെ വരുന്നത് KKR SRH KKR ഫൈനലിലേക്ക്. അതൊരു മനോഹര മാച്ചായിരുന്നു. KKR മാത്രമേ ഉള്ളായിരുന്നു ആ മാച്ചിൽ. അതിനകത്ത് പറയാൻ KKR ഉള്ളൂ. KKR നേരെ ഫൈനലിലേക്ക് കയറി. ഇനിയും RR വേഴ്സസ് ആരായിരുന്നു? SRH മത്സരം. അതിനകത്ത് രണ്ട് ടീമും തുല്യ ചാൻസ് ഉള്ള, തുല്യ ബോളിംഗ് പവർ ആണെങ്കിലും ബാറ്റിംഗ് പവർ ആണെങ്കിലും ഒരുമാതിരി തുല്യരാണ്. RRന്റെ മോശം ഫോം മാറ്റി നിർത്തിയാൽ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടിക്കുന്നുണ്ടാവും, ശനിയാഴ്ച വന്നിട്ട് വെള്ളിയാഴ്ച നടന്ന കളിയെ പറ്റി ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ്. കാരണം നമുക്ക് വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, ശനിയാഴ്ചയും ഷൂട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വ്യാഴാഴ്ച നേരത്തെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രഡിക്ഷൻ പറയാം. ഐ സപ്പോർട്ട് RR തന്നെ ജയിക്കട്ടെ. സഞ്ജു IPL കിരീടം എടുക്കട്ടെ എന്നാണ് ഇത്തവണത്തെ ഞങ്ങളുടെ പ്രഡിക്ഷൻ. ആഗ്രഹം. എനിക്ക് പ്രഡിക്ഷൻ അല്ല, അതൊരു ആഗ്രഹമാണ്. വേറെ ടീം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മലയാളി. അതുപോലെ RR 2008 ഇനിഷ്യൽ എഡിഷനിലാണ് ആദ്യമായിട്ട് കപ്പടിച്ചത്. അപ്പോൾ ഈ പറയുന്ന KKR ആണെങ്കിലും അവസാനമായി കപ്പടിക്കുന്നത് 14 ആ സമയം ആ ടൈമിലെങ്ങാണ്ടാണ്. ഇപ്പോൾ KKRും RR SRH 2016 എല്ലാ ടീമും വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഫൈനലിലേക്ക് അല്ലെങ്കിൽ ഒരു കപ്പിലേക്ക്, ആ 3 ടീമും ഒരു കപ്പിലേക്ക് നോട്ടമിടുന്നത്. അല്ല, ഞായറാഴ്ചയല്ലേ ഫൈനൽ? ഞായറാഴ്ചയാണ് ഫൈനൽ. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ പ്രഡിക്ഷൻ വേണേൽ പറയാം. കാരണം വേറെ 3 ടീമിൽ ആര് കപ്പടിച്ചാലും സന്തോഷം. IPL ഒരു പുതിയൊരു പൊന്തുപോലെ എന്നറിയാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രീക്ക്, മുംബൈ ചെന്നൈ എന്നുള്ള ആ ഒരു കണ്ടിന്യൂസ് സ്ട്രീക്ക് ബ്രേക്കായി വേറൊരു ടീം വരുന്നൊരു സന്തോഷം. അത് RR ആണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം. അല്ല, നിനക്ക് ഒരു പ്രഡിക്ഷൻ പറയാം. RR SRH RR ജയിക്കും അല്ലേ? എന്റെ RR ജയിക്കും. അതേസമയം എന്നിട്ട് ചെന്നൈ വെച്ചുള്ള മത്സരത്തിൽ RR തന്നെ ജയിച്ച് കപ്പടിക്കുമെന്നാണ് എന്റെ കപ്പടിക്കണമെന്നാണ് എന്റെ പ്രഡിക്ഷൻ ആണ്. അങ്ങനെ KKR ചെന്നൈയിൽ ഫൈനൽ കളിക്കുന്നുണ്ടെ KKR ആണ് അവിടെ വിജയം നേടിയത്. ഇത്തവണ അവർക്ക് അത് എതിരാവട്ടെ എന്ന് ഞാൻ കരുതുന്നു. എതിരാവട്ടെ. പിന്നെന്താണ് വരുന്നത് നമ്മുടെ ന്യൂസുകൾ? പിന്നെ ഇത്രയൊക്കെയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് പ്രഡിക്ഷൻ, എൻ്റെ പ്രഡിക്ഷൻ ഫെയിലായി, ഇവരുടെ പ്രഡിക്ഷൻ അത് വിജയകരമായിട്ട് വന്നു. നമുക്കിനി UEFA ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, ഈ പറയുന്ന IPLന്റെ ഫൈനൽ വരുന്നു. മനോഹരമായൊരു സീസൺ, ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും മനോഹരമായൊരു ലീഗ് സ്റ്റേജ്, ഒരു ഫ്രാഞ്ചൈസി ക്രിക്കറ്റ്, ഫ്രാഞ്ചൈസി ഫുട്ബോളിൻ്റെ ഒരു സീസൺ എൻഡ് ആവുകയാണ്, എൻഡ് ആയി. അപ്പോൾ ഇനിയുള്ളത് ഇന്റർനാഷണൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ലെവൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതായിരിക്കും ലാസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നു, ഈ ഒരു കളികളുടെ എല്ലാം അല്ലേ? ഈ ഒരു കളികളുടെ എല്ലാം. ഇനി അടുത്ത എപ്പിസോഡ് മുതൽ അടുത്ത ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും ഇന്റർനാഷണൽ ലെവൽ തലത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആവട്ടെ. അതിനെപ്പറ്റി നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരാഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മൾ പെട്ടെന്ന് ചെയ്തൊരു സാറ്റർഡേ കോർണർ. അതുപോലെ തന്നെ ഇന്നത്തെ ഡാനിയൽ ഇല്ലാത്തതിൻ്റെ കാരണം ഡാനിയലിന് പനിയാണ്, പാവം. അതുകൊണ്ടാണ് നമുക്ക് സാറ്റർഡേ കോർണർ മാത്രം ഈ ആഴ്ച നമ്മളൊരു മെയിൻ കോഴ്സ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഡാനിയലിന് പനിയായതിനാൽ അത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് സാറ്റർഡേ കോർണർ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാറ്റർഡേ കോർണർ ചെയ്യുമല്ലോ. ഡാനിയൽ ഇല്ലാത്തത് അഭാവം പൊളിക്കുക. എന്ത്
സാറ്റർഡേ കോർണർ ഡാനിയൽ ഇല്ലാത്തത് പൊളിക്കുക അന്ന്. ഡാനിയൽ ഇല്ലാത്തതിൻ്റെ കാരണം പനി ആയതുകൊണ്ടാണ്. അടുത്ത ഉടനെയുള്ള എപ്പിസോഡുകളിൽ ഡാനിയൽ തിരിച്ചു വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. ടിങ് ടിങ്. സോ കുറച്ച് തമാശകൾ വൈൻഡിങ് അപ്പ്. ഇറ്റ്സ് മീ ജെറി ജേക്കബ് ജോൺ. ഇറ്റ്സ് മീ ജോൽ തോമസ്. ബൈ.